അടുത്ത ലാബ് 18 ഫങ്ഷൻസ്. ഇത് സെക്കൻഡ് ഇയറിലെ ഒരു ലാബാണ്. ഇത് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് 1 ആൻഡ് ഓൺ ടു ബൈജക്റ്റീവ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ലാബാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ലാബ് ചെയ്യാനായിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് കൺസെപ്റ്റ്സ് വേണമെന്ന് ഇല്ല. അല്ലാതെ നമുക്ക് ലാബ് ചെയ്യാം. ഈ ലാബ് ചെയ്യുന്നത് വഴി നമുക്ക് കൺസെപ്റ്റുകളിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത് 1 ഓൺ ടു എന്താണ് എന്നാണ്. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലി പറയാം എന്താ 1 ഒരു ഫങ്ഷൻ എപ്പോഴാണ് 1 എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാസ് ഡിഫറെൻറ്റ് ഇമേജസ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാസ് ഡിഫറെൻറ്റ് ഇമേജസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഫങ്ഷൻ 1 ആണ് എന്ന് പറയും. അതുപോലെ എപ്പോഴാണ് ഒരു ഫങ്ഷൻ ഓൺ ടു ആണെന്ന് പറയുന്നത്? കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ആകുമ്പോഴാണ് ഒരു ഫങ്ഷൻ ഓൺ ടു ആണെന്ന് പറയുന്നത്. ഒരു ഫങ്ഷനും 1 ഓൺ ടുവും ആകുമ്പോഴാണ് നമ്മളതിനെ ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം 1 അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആവില്ല, ഓൺ ടു അല്ല എങ്കിൽ ബൈജക്റ്റീവ് ആവില്ല. 1 ആയി ഓൺ ടു അല്ല എങ്കിലും ബൈജക്റ്റീവ് ആവില്ല, ഓൺ ടു ആണ് 1 അല്ല എങ്കിലും ബൈജക്റ്റീവ് ആവില്ല. രണ്ടും കൂടെ ആയാൽ മാത്രമേ ബൈജക്റ്റീവ് ആവുള്ളൂ. ഇനി ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത്. ഒരു ഫങ്ഷൻ 1 ആണോ ഓൺ ടു ആണോ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് 1 ചെക്ക് ചെയ്യാനുമുണ്ട്, ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ടുമുണ്ട്. അപ്പോൾ 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് ആണെന്ന് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വഴി നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയും ഒരു ഫങ്ഷൻ ബൈജക്റ്റീവ് അല്ല എങ്കിൽ, ഒരു ഫങ്ഷൻ ബൈജക്റ്റീവ് അല്ല എങ്കിൽ ആ ഫങ്ഷനെ ബൈജക്റ്റീവ് ആക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ കണ്ടുപിടിക്കും. അതുപോലെ റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ കണ്ടുപിടിക്കും. ഈ റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫങ്ഷൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. ഇതാണ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വഴി 1 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. 1 ഓൺ ടു ആണെന്ന് തെളിഞ്ഞാൽ ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബൈജക്റ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് വരുന്നത് ബൈജക്റ്റീവ് അല്ലാത്തൊരു ഫംഗ്ഷൻ എങ്ങനെ ബൈജക്റ്റീവ് ആക്കും. ബൈജക്റ്റീവ് ആക്കാൻ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതുപോലെ കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. മൂന്നാമത്തെ പാർട്ട് വരുന്നത് റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ പടം വരയ്ക്കുക. ഡ്രോ ദ ഗ്രാഫ്. ഇങ്ങനെ 3 ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ലാബ് പോകുന്നത്. ഇനി എന്താണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് 1 നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അറ്റ് ഈച്ച് പോയിന്റ് ഓൺ ദ y axis the horizontal line touches the graph at only one point. അതായത് ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ ചെരിഞ്ഞുള്ള ലൈൻസിനാണ് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ് y ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഒരു തവണയെ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ, വൈയിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ഒരു തവണയെ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ എല്ലാ പോയിന്റ്സിലും
അങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് ഗ്രാഫിൽ ഒരു തവണയെ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയും, 1 1 ആണ് എന്ന് നമ്മൾ പറയും. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വൈ ആക്സിസിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വൈ ആക്സിസിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ കവർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ എക്സ് ക്യൂബിൻ്റെ ഫംഗ്ഷനാണ്. എക്സ് ക്യൂബ് 1 1 ഓൺ ടൂമാണ്. അപ്പോൾ ഈ എക്സ് ക്യൂബിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 1 1 ഓൺ ടു എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാൻ പറ്റും. ഇനിയും നമുക്ക് ജിയോജിബ്ര വെച്ചൊന്ന് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഇപ്പം എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത, നമ്മളിങ്ങനൊരു വൈ ആക്സിസിലാണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞുള്ള ലൈനാണല്ലോ. അപ്പോൾ വൈ ആക്സിസിലാണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു, പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് എടുത്തു. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വൈ ആക്സിസിലെ ഏതൊരു പോയിന്റിൽ കൊണ്ട് വെച്ചാലും നമ്മുടെ ലൈൻ ഗ്രാഫിൽ ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഇപ്പം ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത്രയും ഭാഗത്ത് ടച്ച് ചെയ്യുന്നില്ലേ? പക്ഷേ ഇതൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആയിട്ട് വരും. ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്ത് നോക്കിയാൽ മതി. സൂമിൻ ചെയ്യുമ്പം അങ്ങ് ഇൻഫൈനൈറ്റ് പോയിന്റിൽ ഇൻഫൈനൈറ്റായിട്ട് നമ്മളൊന്ന് സൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ട ഇപ്പം തന്നെ ഇത് ഇത്രയും ഗ്യാപ്പ് കാണാം. അപ്പം ഇത് ഇച്ചിരൂടെ സൂം ചെയ്ത് പോകുമ്പോൾ ഇത് നേർത്ത് ഒരു 0 കൂടെ മാത്രം പാസ് ചെയ്ത് പോകുന്ന പോലൊരു കണ്ടീഷനിലായിരിക്കും ഗ്രാഫ് പോകുന്നത്. അപ്പം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പറയുന്നത് വൈ ആക്സിസിലെ ഏതൊരു പോയിന്റിൽ കൂടെ ലൈൻ കടത്തി വിട്ടാലും ആ പോയിന്റിലൊക്കെ ആ ലൈൻ ഗ്രാഫിൽ ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് 1 1. എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ്. ഓക്കെ, ഇനിയും ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏതൊരു പോയിന്റിൽ ലൈൻ വെച്ചാലും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു തവണയെങ്കിലും, ഒന്നിൽ കൂടുതൽ തവണ ടച്ച് ചെയ്യാം, ഏത് പോയിന്റിൽ ലൈൻ വെച്ചാലും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് വൈ ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒന്നുകൂടെ പറയാം. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പറയുന്നത് ആദ്യം 1 1 പറയാം, പിന്നെ ഓൺ ടൂവിന് പറയാം. 1 1 നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ചെരിഞ്ഞുള്ള ലൈനാണ്, വൈ ആക്സിസിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏതൊരു പോയിന്റിൽ ലൈൻ വെച്ചാലും ഗ്രാഫിൽ ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഗ്രാഫ് ഉണ്ട് എങ്കിൽ അവിടെ ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. 1 എന്ന് മാത്രം ഓർത്താൽ മതി, ഒരു തവണ മാത്രം. 1 1 അല്ലേ, അപ്പം ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫംഗ്ഷൻ 1 1 ആണ്. വൈ ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ആകുവാണെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പം ഇതിന് രണ്ടിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നമ്മുടെ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ പ്രത്യേകത, ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഇവിടെ വെച്ച് നമുക്ക് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. 8 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവച്ചാൽ ഒന്നിൽ കൂടുതൽ തവണ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 1 1നെസ് പോയി. അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ തവണ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്താൽ അവിടെ 1 1നെസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ഈ 1 പോയി എന്ന് പറയുമ്പോൾ എന്താ, ഈ 4ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ആരുണ്ട്, -2 ഉണ്ട്. 4ൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ആരുണ്ട്, 2 ഉണ്ട്. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, 2ൻ്റെയും -2ൻ്റെയും കൂടി ഇമേജ് ആയിട്ട് 4 വന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഇമേജസ് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടത് 1 പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് വന്നു. അതുകൊണ്ട് 1 ആയില്ല. അപ്പോൾ ഇത് റിട്ടേൺ നമുക്ക് പറയാം. ഒരാൾക്ക് 2 പ്രീ ഇമേജ് വന്നു എന്ന് പറയുമ്പം ഒരാൾക്ക് 2 പ്രീ ഇമേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ കണ്ടോ, ഒരു യു ഷേപ്പ് വന്നപ്പോഴാണ് അവിടെ 1 ഒരു കോട്ടം തട്ടിയത്. അപ്പോൾ ഈ x² എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് 1 x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് 1. ഇനി x² ഓൺ ടു ആണോ, x² ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഹൊറിസോണ്ടൽ ലൈൻ പോയി. ഓക്കെ, ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏതൊരു പോയിന്റിൽ കൊണ്ട് വെച്ചാലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, 8ലും 7ലും ഒക്കെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ താഴേക്ക് ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ y ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ആക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റും. നോട്ട് ഓൺ ടു. അപ്പം നിങ്ങൾക്ക് 1 ഓൺ ടു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ 1 ആവുന്നത് എപ്പോഴാണ്, 1 ആവുന്നത് എപ്പോഴാണ്, 1 ആവുന്നത് ഏതൊരു പോയിന്റിൽ കൊണ്ടുവച്ചാലും ഒരു തവണ മാത്രമേ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ 1 ടൈം മാത്രം എന്ന് ഓർത്താൽ മതി. 1. അപ്പോൾ 1 അല്ലാത്തതോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ തവണ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് 1. ഇനി ഓൺ ടുവിൻ്റെ പറയുവാണെങ്കിലോ, ലൈൻ കംപ്ലീറ്റ് ആയിട്ട് y ആക്സിസിനെ കവർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓൺ ടു. അപ്പോൾ ഓൺ ടു അല്ല എന്ന് പറയുന്നതോ, ലൈൻ കംപ്ലീറ്റ് ആയിട്ട് y ആക്സിസിനെ കവർ ചെയ്യുന്നില്ല എങ്കിൽ ഓൺ ടു അല്ല. അപ്പോൾ ഈ 2 പടം വെച്ച് നമുക്ക് ഇത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാണ്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞത്, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ 1 കൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നത് ബൈജക്റ്റീവ് അല്ലാത്ത ഫംഗ്ഷനെ എങ്ങനെ നമ്മൾ ബൈജക്റ്റീവ് ആക്കും, അതിൻ്റെ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ നമുക്ക് ബൈജക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ ഡൊമെയിനും കോഡൊമെയിനും? ഇപ്പം ബൈജക്റ്റീവ് ആയ ആളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ബൈജക്റ്റീവ് ആവാത്ത ആളെ ഇപ്പോൾ തൽക്കാലം നോക്കിയാൽ മതിയല്ലോ. അപ്പം ഇവിടെ x² എന്ന് പറയുന്നത് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ്. അതായത് x ആക്സിസ് ആണ് നമ്മുടെ ഒരു 6, റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ഉണ്ട്. y ആക്സിസ് ആണ് നമ്മുടെ അനദർ 6. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ഓക്കെ, ഇത് ഡൊമെയിനും കോഡൊമെയിനും ആണ്. അപ്പോൾ 6 ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. 6ൽ നിന്ന് 6ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് x² എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഉദ്ദേശം എന്താ, ബൈജക്റ്റീവ് അല്ലാത്തൊരു ഫംഗ്ഷനെ നോട്ട് ബൈജക്റ്റീവ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഈ ഫംഗ്ഷൻ 1 ആയില്ല. 1 ആവാതിരിക്കാനുള്ള കാരണം എന്താ, 4 എന്ന് പറയുന്ന പോയിന്റിൽ 2 പ്രീ ഇമേജസ് ഉണ്ടായി എന്നാണ് അതിനൊരു കാരണം. അപ്പം ഒരു പ്രീ ഇമേജ് ആക്കുവാണെങ്കിൽ അത് 1 ആകുമല്ലോ. അതായത് ഈ ടേൺ അങ്ങ് എടുത്ത് കളയുവാണെങ്കിൽ 4ന് പിന്നെ ഒരാൾ മാത്രമേ പ്രീ ഇമേജ് ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ 1ൻ്റെ ഇമേജ് 1 ഉണ്ട്, -1ൻ്റെയും 1 ആണ്, 2ൻ്റെ 4 ആണ്, -2ൻ്റെയും 4 ആണ്,
3-9 ആണ്, -3-9 ആണ്. അവിടെ എല്ലാം 1 പോയി. ഒരാൾക്ക് ഒരാളെന്നല്ല, 2 പേർക്ക് ഒരാളെന്നുള്ള രീതിയിലായി. അപ്പോൾ ഇവരെ അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. ഈ യു ഷേപ്പ് അങ്ങ് കളയുവാണ് എങ്കിൽ, ഈ ടേൺ വരുന്നിടത്ത് വെച്ച് നമ്മുടെ ഗ്രാഫിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഫംഗ്ഷൻ എന്താക്കാൻ പറ്റും? ബൈജക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൈജക്റ്റീവ് ആക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, കോഡൊമെയിനും റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് ഈ ടേൺ വെച്ചിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിനെ കട്ട് ചെയ്ത് കളയാന്ന് പറയുമ്പോൾ ഈ ഭാഗം അങ്ങ് പോയി. അതായത് ഈ ഭാഗം ഉണ്ടെന്നാണല്ലോ അർത്ഥം. ഈ ഭാഗം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ അത് ഫിഗർ വരയ്ക്കുന്നു എന്നാണ് അർത്ഥം. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? x>0. നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഗ്രാഫൊക്കെ മുറിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ 0 തൊട്ട് പൈ വരെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 0 x π എന്ന് പറയും. അപ്പോൾ 0യും പൈയും ബൗണ്ടറി ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 0യും ഇവിടെ ബൗണ്ടറി ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എക്സുകളെ എങ്ങനെ പറയാം? എക്സുകൾ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 0. 0നെക്കാട്ടിലും വലിയ ആൾക്കാരല്ലേ ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഗ്രാഫ് വരച്ചാൽ അതെന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇവിടെ ഇഫ് കണ്ടീഷൻ കൊടുക്കും. ഇഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് x>0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ആരാ? x². എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു ഒരു പച്ച കളറിൽ ഇത് ഹൈലൈറ്റ്. ഈ x² അങ്ങ് മാറ്റിയേക്കാം. x² അങ്ങ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ട, x² അങ്ങ് മാറ്റിയപ്പോൾ ഗ്രാഫ് ഈ ഭാഗത്ത് മാത്രമായിട്ട് കിട്ടി. അതായത് x>0-ൽ x² എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ടേൺസ് ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതെന്തായിട്ട് മാറി? ഇത് 1 ആയിട്ട് മാറി. 4ന് ഒറ്റ പ്രീ ഇമേജ് അല്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു പോയിന്റിലും ഒരു തവണ മാത്രമേ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്തായി? ഓട്ടോമാറ്റിക്കായിട്ട് 1 ആയി. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പം ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? 1 ആയി. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്താ? നമ്മൾ എവിടെയാണ് പടം വരച്ചത്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് പടം വരച്ചത്. അപ്പോൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് 1 ആയി. ഇനിയും ഈ റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ എന്ന് പറയുന്നിടത്തൂടെ എഴുതിയാൽ ഇത് ബൈജക്റ്റീവ് ആകത്തുള്ളൂ. റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ x² ആണല്ലോ. x²ൻ്റെ റേഞ്ച് എന്തായിരുന്നു? x²ൻ്റെ റേഞ്ച് നമുക്കറിയാം. പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ x² റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി ആണ്. അതായത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പം ഈ x²ൻ്റെ ഒറിജിനൽ റേഞ്ച് എന്താണോ ആ റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം. ആ 0 to ഇൻഫിനിറ്റി ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. അതായത് x² എന്ന് പറയുന്ന ഫംഗ്ഷൻ 6ൽ നിന്ന് 6ലേക്ക് 1 അല്ലായിരുന്നു, 1 അല്ലായിരുന്നു. പക്ഷേ x² എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ഇൻഫിനിറ്റിയിൽ നിന്ന് 0 ഇൻഫിനിറ്റിയിലേക്ക് എന്താണ്? 1 ആണ്, 1 ആണ്. ഇംപ്ലൈസ് അത് ബൈജക്റ്റീവ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 അല്ല, ബൈജക്റ്റീവ് അല്ല, അത് ബൈജക്റ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ അകത്ത് ടേണിൻ്റെ ഇട വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ റേഞ്ച് എന്താണോ ആ റേഞ്ചിനെ നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നതിനെയാണ് കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ എന്തായിക്കോളും? 1 ആയിക്കോളും. അപ്പോൾ ഈ റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനാണ് ഏത് ഫംഗ്ഷൻ? ആ
ആ ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ x2 if x greater than or equal to 0. x2 തന്നെയാണിത്. ഇയാൾ 1 അല്ല ഓൺ ടൂം അല്ലായിരുന്നു, പക്ഷെ ഇയാൾ 1 ഓൺ ടൂമാണ്. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ആളാണിത്. ഇയാൾ 1 ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇത് എഴുതിയില്ലെങ്കിലും ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബൈജക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം x2 എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 അല്ലായിരുന്നു, ഓൺ ടൂം അല്ലായിരുന്നു. x2 നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് അത് ബൈജക്റ്റീവ് ആക്കി. അപ്പം ബൈജക്റ്റീവ് ആക്കാൻ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ടേൺ മാറ്റി പടം വരയ്ക്കുക. കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ റേഞ്ച് ഇവിടെ എഴുതിയാൽ മതി കോഡൊമെയിനായിട്ട്. അപ്പോൾ ഇത് ബൈജക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാബിൽ വരുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ എക്സ് എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് നമ്മൾ വലത്തെ സൈഡിലേക്ക് വരച്ചു എന്ന് പറയുന്നത് പോലെ ഇടത്തെ സൈഡിലേക്കും വരയ്ക്കാമല്ലോ. ഇടത്തെ സൈഡിലേക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇടത്തെ സൈഡിലെന്ന് പറയുമ്പം ഇവിടെയുള്ള എക്സുകളെന്ന് പറയുമ്പം ഇവിടെയുള്ള എക്സുകൾ ഈസ് ലെസ് ദാൻ 0 ആണ്. 0-നെക്കാട്ടിലും ചെറിയ ആൾക്കാരാണ് എക്സുകൾ. അപ്പം ഇൻപുട്ടിൽ എന്ത് വരും, കമാൻഡ് എങ്ങനെ വരും, കമാൻഡ് വരുന്നത് if x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഈസ് x2. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് നമുക്ക് കിട്ടി. അതായത് ഇങ്ങനെയാണ് ഗ്രാഫ് ഇടത്തെ സൈഡിലേക്ക് കിട്ടിയത്. അതായത് ഈ x2 എന്ന് പറയുന്നത് ബൈജക്റ്റീവ് അല്ലാത്ത ഫംഗ്ഷന് 2 രീതിയിൽ നമുക്ക് ബൈജക്റ്റീവ് ആക്കാം. ഒന്ന് ഈ റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ, ഇവിടെ ഈ x2-ന്റെ ഫസ്റ്റ് കേസിൽ ഇത് ടു ഇതായിരുന്നെങ്കിൽ സെക്കൻഡ് കേസിൽ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്താ, സെക്കൻഡ് കേസിൽ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ, -∞ മുതൽ 0 വരെ, -∞ മുതൽ 0 വരെ. അവിടുന്ന് ഒറിജിനൽ റേഞ്ച് തന്നെ, ഇതിന് മാറ്റമില്ല. ഒറിജിനൽ പഴയ റേഞ്ച് തന്നെയാണ് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിൽ വരുന്നത്. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആണ്. അതായത് x2-ന് എത്ര റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻസ് നമുക്ക് പറയാൻ പറ്റും, ടേൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 ഇതായിരുന്നല്ലോ, 2 പാർട്ടായിരുന്നു. അപ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ഡൊമെയിന് ഇതും നമുക്ക് പറയാം. അവിടെയും പടം വരയ്ക്കാം, 1 ഓൺ ടു ആക്കാം. ഇവിടെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ 1 ആക്കാം. 1 ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ടു ആയിക്കോളും. റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനൂടെ കൊടുക്കുമ്പോൾ അത് ഓൺ ടു ആവും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ആക്കാനായിട്ട് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി, ഓൺ ടു ആക്കാനായിട്ട് കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനും റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പം ഇങ്ങോട്ടേക്ക് പടം വരയ്ക്കുമ്പോൾ ഇതും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്, ഇങ്ങോട്ടേക്ക് പടം വരയ്ക്കുമ്പോൾ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ x2 തന്നെ 2 ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും 2 റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ. ഒന്നുകൂടെ പറയാം, x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഓൺ ടൂം ആയിരുന്നു. x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഓൺ ടു ആയിരുന്നു. x² എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഓൺ ടു അല്ല, അതായത് ബൈജക്റ്റീവ് അല്ല. 1 ആക്കാൻ എന്താ ചെയ്യുന്നത്, ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓൺ ടു ആക്കാൻ എന്താ ചെയ്യുന്നത്, കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ 1 ആക്കാനായിട്ട് നമുക്ക് 2 രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം. 2 രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 2 റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻസ് വരും. ഈ റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ സെയിം ആയിരിക്കും, നമ്മുടെ റേഞ്ച് തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും, ബൈജക്റ്റീവ് ആയിരിക്കും. ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക, 1 ആക്കാൻ വേണ്ടി ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഓൺ ടു ആക്കാൻ വേണ്ടി കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് കൺസെപ്റ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഓക്കെ,
First question, draw the graph of the function f from R to R given by f of x is equal to 3x cube f of x is equal to 3x cube plus x plus 1. 3x cube. ഓക്കെ, അതിനു മുൻപ് വേറൊരു ഫംഗ്ഷൻ്റെയും കൂടെ എക്സാമ്പിളായിട്ട് ഒരു ഫംഗ്ഷൻ കൂടെ പറയാം. 2 മൈനസ് 9x മൈനസ് 6x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. ഈ ഒരു ഫംഗ്ഷൻ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു. ഈ പെർപെൻഡിക്കുലർ ലൈൻ നമ്മളിങ്ങനെ വൈ ആക്സിസിൽ കൊണ്ടുവച്ചു. വൈ ആക്സിസിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും 1 പ്രശ്നമില്ല. പക്ഷേ ഇവിടെ തൊട്ട് 1 പ്രശ്നമായി. കാരണം 6ൽ 1 പ്രശ്നമായി. കാരണം 6 എന്ന് പറയുന്നത് ഇയാളുടെ -1ൻ്റെയും അതുപോലെ -4ൻ്റെയും ഇമേജാണ് 6. അല്ലെങ്കിൽ 6ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അവിടെ തന്നെ 1 തെറ്റി. അവിടെ തന്നെ നമുക്ക് 1 തെറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയും? ഈ ഫംഗ്ഷൻ നോട്ട് 1 എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ പോയിന്റ്സിൽ 1 തെറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ നോക്കുകയാണെങ്കിൽ 5ൽ കണ്ട 3 പ്രീ ഇമേജസ് ആണ് വരുന്നത്. 3 എടുത്ത് ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 പ്രീ ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങും 1 പ്രശ്നമില്ല. പക്ഷെ ഇവിടെ തൊട്ടെല്ലാം 1 പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. അങ്ങനെ ഒരിടത്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താ? 1 അല്ല, നോട്ട് 1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈ ആക്സിസിനെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൈ ആക്സിസിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ഓൺ ടു ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുകയുള്ളൂ. അത് ചെക്ക് ചെയ്യുക. ഇനി ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല എങ്കിൽ ബൈജക്റ്റീവ് ആക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? 1 ആക്കാൻ ഡൊമെയിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഓൺ ടു ആക്കാൻ കോഡൊമെയിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനിലേക്ക് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മാത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. 3x ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. 3x cube plus x plus 1. Say whether it is 1 to 1 or on to. Write the reason. അപ്പോൾ ഇത് 1 ആണോ ഓൺ ടു ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നോക്കാം. പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു, ഇവിടെ വെച്ചു. ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്താലും ലൈൻ ഒരു തവണ മാത്രമേ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The function is 1 1. ഇനി ഏത് പോയിന്റ് കൂടെ വെച്ചാലും ഒരു തവണയെങ്കിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് വൈ ആക്സിസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ ഇത് 1 ആണ്, ഓൺ ടു ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം 1 ആണ്, ഓൺ ടു ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു. കാരണം സിൻസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ടച്ചസ് ദ ഗ്രാഫ് അറ്റ് എക്സാക്ട്ലി 1 പോയിന്റ്. എല്ലായിടത്തും എക്സാക്ട്ലി 1 പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് പോസസസ് ഡിഫറെൻറ്റ് ഇമേജസ്. ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആസ് ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ്സ് ദ ഗ്രാഫ് അറ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ്. അതായത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു എന്ന് എഴുതിയാൽ മതി. ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ്സ് ദ ഗ്രാഫ് അറ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ്. ഏത് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം ഒരു തവണയെങ്കിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഓക്കെ, അത് കഴിഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 + 2x - x സ്ക്വയർ. 2 + 2x - x സ്ക്വയർ എൻ്റർ ചെയ്തു. ഇവിടെ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഡൊമൈൻ ആൻഡ് റേഞ്ചിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. റേഞ്ചിന് ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ് വേണ്ടത്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അകത്ത് ഈ പോയിന്റ്സിലെല്ലാം വൈ ആക്സിസിൽ ഈ പോയിന്റ്സിലെല്ലാം ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ -∞ മുതൽ 3 വരെയുള്ള ആൾക്കാരാണ് റേഞ്ചിൽ വരുന്നത്. മേളിലേക്കുള്ള ആൾക്കാർ വരുന്നില്ല. അപ്പോൾ റേഞ്ച് ഈസ് -∞ to 3. റീഡിഫൈൻ ദ ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജെക്ഷൻ. അപ്പം ഇത് ബൈജെക്ഷൻ അല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈജെക്ഷൻ അല്ല എങ്കിൽ ഇത് റീഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. റീഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷൻ്റെ അകത്ത് ടേൺ വരുന്നത് എവിടെയാണോ, ഇവിടെയാണ് ടേൺ വരുന്നത്. ഈ ടേൺ വരുന്നിടത്ത് വെച്ച് ഇതിനെ അങ്ങ് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ 1 വെച്ച് നമ്മളിതിനെ കട്ട് ചെയ്യുക. അപ്പം നമുക്ക് 2 റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഫസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഡൊമൈനായിട്ട് പറയുന്നത്, ഞാൻ ഈ ടേൺ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്കുള്ള പടം മാത്രമായിട്ട് വരയ്ക്കുക. ഇങ്ങോട്ടേക്കുള്ള പടം മാത്രമായിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താ, 1 തൊട്ട് ഇൻഫിനിറ്റി വരെ ഒരു ഡൊമൈനായിട്ട് എടുക്കുകയാണെങ്കിൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ ഒരു റെസ്ട്രിക്റ്റഡ് ഡൊമൈനായിട്ട് എടുക്കുക. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് -∞ മുതൽ 1 വരെ, -∞ മുതൽ 1 വരെ അടുത്ത് റെസ്ട്രിക്റ്റഡ് ഡൊമൈനായിട്ട് എടുക്കുക. അപ്പോൾ 2 ആൻസേഴ്സും നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ഇനി റെസ്ട്രിക്റ്റഡ് കോഡൊമൈനായിട്ട് എടുക്കേണ്ടത് ആരെയാ? റെസ്ട്രിക്റ്റഡ് കോഡൊമൈനായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ റേഞ്ച് എന്താണോ, ഒറിജിനൽ റേഞ്ച് എന്താ? -∞ മുതൽ 3 വരെ, അതാണ് ഒറിജിനൽ റേഞ്ച്. അപ്പം -∞ മുതൽ 3 വരെ, -∞ മുതൽ 3 വരെ. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിന് നമുക്ക് 2 പോസിബിലിറ്റീസ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് 2 രീതിയിൽ ബൈജെക്ഷൻ പറയാനായിട്ട് പറ്റും. 2 റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ഉണ്ട്, റെസ്ട്രിക്റ്റഡ് റേഞ്ച് സെയിം ആയിരിക്കും. അപ്പോൾ 2 ബൈജെക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതെവിടെ പറഞ്ഞിരിക്കുന്നത്, ഡൊമൈൻ 1 ആവാം, -∞ ആവാം. റേഞ്ച് റെസ്ട്രിക്റ്റഡ് കോഡൊമൈൻ അതിൻ്റെ റേഞ്ച് തന്നെ ആവണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ, എക്സാമ്പിൾ ഫോർ ദ ഇൻപുട്ട് കമാൻഡ്. ഓക്കെ, അപ്പോൾ ഡ്രോ ദ ഗ്രാഫ് എന്നാണ് അടുത്തതായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞു 1 വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ഇവിടെ 1 വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള എക്സുകൾ ഇങ്ങോട്ടേക്ക് ഗ്രാഫ് വരയ്ക്കാൻ എന്താ പ്രത്യേകത? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്, എക്സുകൾ ഇവിടെ ഉള്ളവർ എക്സുകൾ ഇങ്ങോട്ടേക്ക് പടം വരയ്ക്കാൻ നമ്മൾ എന്ത് പറയും? ഈ എക്സുകൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയും. ഇങ്ങോട്ടേക്കുള്ള എക്സുകളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ എക്സുകൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെന്ന് പറയും. 1 വെച്ചിട്ടാണ് തിരിയുന്നത്. ഇങ്ങോട്ടുള്ള എക്സുകൾ ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇങ്ങോട്ടുള്ള എക്സുകൾ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള പടം വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ടുള്ള പടം വരയ്ക്കാൻ if സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താ ഫംഗ്ഷൻ? 2 + 2x - x സ്ക്വയർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് ഹൈലൈറ്റായി. അപ്പോൾ നമ്മളിവിടെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ആ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ ഉപയോഗിച്ച കമാൻഡ് ഏതാണ്? അതായത് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 + 2x - x സ്ക്വയർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. കമാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തത് എഴുതിയാലും പ്രശ്നമൊന്നും ഇല്ല. ഇനി
മറ്റ് റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിലാണ് നമുക്ക് പടം വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഇവിടെ? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഏതാ ഫംഗ്ഷൻ? 2 + 2x - x സ്ക്വയർ. ഇപ്പുറത്തേക്കുള്ള ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 വെച്ചിട്ടാണ്, ആ ടേൺ വെച്ചിട്ടാണ് തിരിയുന്നത്. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലും മാക്സിമയിലും മിനിമയിലും ഒക്കെ നമ്മൾ ആ ടേൺ വെച്ചിട്ടാണ് ഇൻ്റർവെൽസിനെ തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡൊമെയിൻ, ഇത് വേറൊരു റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. അപ്പോൾ ഇതിൻ്റെ കമാൻഡ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ ആണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to 3 sec 2x. 3 sec 2x, 3 sec ബ്രാക്കറ്റിൽ 2x. ഇതാണ് 3 sec 2xൻ്റെ ഗ്രാഫ്. Open the GeoGebra window and make an initial settings as follows. Graphics view, graphics x-axis, distance and pi/4. അതായത് x-axisനെ pi/4ൻ്റെ ടേംസിലേക്ക് മാറ്റുക. അതിന് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, സെറ്റിങ്സിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഉണ്ട്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, അതിൻ്റെ അകത്ത് x-axis എടുക്കുക. x-axisനല്ലേ മാറ്റേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസിന് അവിടെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ. നമുക്ക് pi/4 ആണ് വേണ്ടത്. അപ്പോൾ pi/4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. pi/4ൻ്റെ ടേംസിൽ വിട്ടിൽ നമുക്കിവിടെ ആക്സസ് മാറി കിട്ടും. ഇനിയും റൈറ്റ് ക്ലിക്ക് ഓൺ ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ മറ്റേ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യനിലും ആദ്യം നമ്മളോട് ചോദിച്ചത് റേഞ്ച് എഴുതാനായിട്ടായിരുന്നു, പിന്നെ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആദ്യം റേഞ്ച് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ലൈന് വെച്ച് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ റേഞ്ച് -∞ മുതൽ -3 വരെ റേഞ്ച് -∞ മുതൽ -3 വരെ റേഞ്ചിൽ വരുന്നുണ്ട്. -∞ മുതൽ -3 വരെ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 3 മുതൽ ∞ വരെ റേഞ്ചിൽ വരുന്നുണ്ട്. 3 to ∞, ഇത്രയുമാണ് റേഞ്ചിൽ വരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം -5 പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ -3 വരെയുള്ള ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഗ്യാപ്പാണ്. പിന്നെ 3 മുതൽ ∞ വരെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച്. അടുത്തത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു, കണ്ടോ? -∞ -3 യൂണിയൻ 3 ∞. ഓർ ഇങ്ങനെയും എഴുതാം എന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതിങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. റീഡിഫൈൻ ദ ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജെക്ഷൻ. അപ്പം ഇവിടെ റീഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈജെക്ഷൻ അല്ലാത്ത ഒരു ഇതിനെ നമ്മൾ ബൈജെക്ഷൻ ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈജെക്ഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ 1 1 1 2 ആക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേൺ അങ്ങ് കളഞ്ഞാൽ മതി. ടേൺ കളഞ്ഞിട്ട് ഈ 3 sec 2x നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ ഈ ടേൺ നമ്മൾ എങ്ങനെ കളയും? (0 to π/2 - π/4), 0 to π/2
അവിടുന്ന് π/4 സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും ഇത് ബൈജക്ഷൻ ആക്കാൻ വേണ്ടി ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ എക്സ് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തപ്പോഴാണെങ്കിലും എക്സ് ഗ്രേറ്റർ ദാൻ 0 x² എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഫങ്ഷന് ചേഞ്ച് ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയും ഫങ്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ എക്സ് ആക്സിസിൻ്റെ മുകളിലേക്കും ഗ്രാഫ് കിടപ്പുണ്ട്, എക്സ് ആക്സിസിൻ്റെ താഴേക്കും ഗ്രാഫ് കിടപ്പുണ്ട്. നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോഴും എക്സ് ആക്സിസിന് മുകളിലേക്കും ആൾക്കാരുണ്ടാവണം, എക്സ് ആക്സിസിൻ്റെ താഴേക്കും ഗ്രാഫ് ഉണ്ടാവണം, പക്ഷേ ടേൺസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഗ്രാഫ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക് വരെയുള്ള ഗ്രാഫും അതുപോലെ ഈ ടേൺ തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള ഗ്രാഫും ഇവിടുന്ന് ഉള്ളിലോട്ടും ഇവിടുന്ന് ഉള്ളിലോട്ടുമുള്ള ഗ്രാഫ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗവും ചേരുമ്പോൾ എക്സ് ആക്സിസിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ആൾക്കാരായല്ലോ. എവിടെ തൊട്ട് എവിടെ വരെയുള്ള ഗ്രാഫാണ്? 0 മുതൽ ഈ ടേൺ വരെ വരുമ്പോൾ π/2 വരെയുള്ള ആൾക്കാരെയാണ്. അതായത് ഈ ഒരു ഭാഗവും കിട്ടാനായിട്ട് 0 തൊട്ട് π/2 വരെയുള്ള ഗ്രാഫ് ഞാൻ വരച്ചാൽ മതി. 0 തൊട്ട് π/2 വരെയുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരാളെ ഒഴിവാക്കണം. കാരണം നമ്മളിവിടെ എഴുതാൻ പോകുന്നത് റെസ്ട്രിക്റ്റഡ് ഡൊമെയിനും റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനുമാണ്. റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം -∞ -3 യൂണിയൻ 3 ആണെന്ന് നമുക്കറിയാം. കാരണം ഇതിൻ്റെ റേഞ്ച് തന്നെയാണ് റെസ്ട്രിക്റ്റഡ് കോഡൊമെയിനായിട്ട് എഴുതുന്നത്. റെസ്ട്രിക്റ്റഡ് ഡൊമെയിനായിട്ട് എഴുതുന്നത് 0 തൊട്ട് π/2 വരെയാണ്. പക്ഷേ അതിനകത്തുനിന്ന് ഈ π/4 നമ്മൾ കളയണം. കാരണം ഇപ്പം ഇവിടെ π/4 എന്ന് പറയുന്ന ആൾ ഡൊമെയിനിൽ വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ പോയിന്റ് അല്ല ലൈൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് നമ്മളിവിടെ വെക്കുവാണെങ്കിൽ, ഈ ഒരു ലൈൻ ഇവിടെ വെക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലൈൻ ഇങ്ങനെ മുകളിലേക്കും പോകുന്നുണ്ട് താഴേക്കും പോകുന്നുണ്ട്. നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങ് മുകളിലേക്ക് പോകുന്നതോറും ഇത് ടച്ച് ചെയ്യുന്നില്ല. അതായത് π/4 ഇമേജസ് ഒന്നുമില്ല. π/4 ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. അതായത് π/4 നമ്മുടെ ഡൊമെയിനിൽ ഇല്ലാത്തൊരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 0 തൊട്ട് π/2 വരെയുള്ള ഡൊമെയിനിൽ നിന്ന് π/4 അങ്ങ് ഒഴിവാക്കും. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്താ? റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ഈസ് 0 to π/2. പക്ഷെ അതിൽ നിന്ന് ആരെ ഒഴിവാക്കി? π/4 നമ്മൾ ഒഴിവാക്കി. ഇനി നിങ്ങൾക്ക് ഈ 3cക്ക് 2xന് പകരം ഇതുപോലൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും മൂന്നാമത്തെ കേസിൽ വരുന്നത്. ആ മൂന്നാമത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ആക്സിസിന് മുകളിലേക്കും താഴേക്കും ഗ്രാഫ് വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടേൺസ് ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡൊമെയിനെ ഡിഫൈൻ ചെയ്യാം. ഡൊമെയിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റർ ചെയ്യുന്നത് കണ്ടോ? റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 0 to π/2 നിന്ന് π/4 കുറയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഇൻപുട്ട് കമാൻഡ് -π/2 to -π/2